നിവീൻ്റെ താടിയല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം. ഒരുപാട് പിള്ളേരെ നിവീൻ വഴിതെറ്റിച്ചു. ഈ പെമ്പിള്ളേരൊക്കെ അതിൻ്റെ തിക്താനുഭവങ്ങൾ പേറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഒരുപാട് പേരുടെ സെൻസിബിലിറ്റിയെ ഉണർത്തി യുവഹൃദയങ്ങളെ ടച്ച് ചെയ്തൊരു പടം സമീപകാലത്തുണ്ടായില്ല. അത്തരത്തിലൊരു മികച്ച അഭിനയം കാഴ്ചവെച്ചതുകൊണ്ടാണോ അതെയോ ആ വിഷയം എങ്ങനെയോ ഒന്ന് നനത്ത് കയറിയതുകൊണ്ടാണോ? താങ്കൾ കാണുന്നൊരു മാജിക് എന്താണെന്ന് വെച്ചാൽ ആ പടത്തിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ആ പടത്തെക്കുറിച്ച് പല പരാതികളും ഞാൻ കേട്ടു. ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, പല ഡയലോഗ്സും മനസ്സിലാകുന്നില്ല. പല ആൾക്കാരും പറഞ്ഞു പെട്ടെന്ന് അത് എങ്ങനെയോ ഞങ്ങൾക്ക് കൺവേ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ അത് വേറെ തലമുറയിലുള്ള ആൾക്കാരാണ്. പക്ഷേ ചെറുപ്പക്കാരുടെ തലമുറ അതിനെ സർവാത്മന നെഞ്ചോട് ചേർത്തു. ആ മാജിക് എന്തായിരുന്നെങ്കിൽ ഈ സിനിമ നമുക്കറിയാം ഇത് നല്ല സിനിമയായിരിക്കും, നല്ല ഫീൽ ഗുഡ് ഒരു ഫിലിം, ആർക്കും ദോഷം ചെയ്യാതെ സൈഡിൽ കൂടെ പോകുന്നൊരു സിനിമയാണെന്നുള്ളതായിരുന്നു നമ്മുടെ മനസ്സിൽ. പക്ഷെ ഇത് ഇങ്ങനെ ഹിറ്റാവും എന്നുള്ളത് ഞങ്ങൾക്ക് ആർക്കും അറിഞ്ഞില്ലായിരുന്നു. അത് ഒരു ഇങ്ങനെ സ്പിൻ ചെയ്ത് കയറുന്നു, ഇത് ഒരു ഐഡിയ ഇല്ല. അതൊരു ദൈവാനുഗ്രഹമായിട്ട് മാത്രമാണ് കാണുന്നത്. എനിക്ക് മനസ്സിലായൊരു കാര്യം, ഇതിനകത്തുള്ള ഓരോ ഇമോഷൻസും എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇതിനകത്ത് കാണിക്കുന്ന സീൻസ് ആണെങ്കിലും സീക്വൻസുകളെല്ലാം എല്ലാവരും കടന്നു പോയിട്ടുള്ള സീക്വൻസുകളാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.